ആരെക്കൊണ്ടെങ്കിലും അല്ലാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചാൽ അവൻ ദീനിൽ വിവരമുള്ളവനാക്കും എന്ന് പറഞ്ഞുകൊടുത്ത് പ്രായം പറഞ്ഞിട്ടില്ല, ആണ് പെണ്ണ് എന്ന് വേർതിരിവ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് മനുഷ്യനെ കൊണ്ടും, പ്രായമായ ആളാണെങ്കിലും പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും, ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളം ദീനിൽ വിവരമുള്ള ആളാക്കലാണെന്നാണ്. ഈ ദീനിൽ എങ്ങനെ വിവരം ഉണ്ടാവുക? ദീനിൽ വിവരം ഉണ്ടാവണമെങ്കിൽ ദീനിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ് ദീനിൽ വിവരം ഉണ്ടാവുക. ഷാർജയിൽ ജോലി കിട്ടാൻ വേണ്ടി ഹാഫിളായാൽ അത് ദീനിലെ വിവരം എന്നൊന്നും പറയില്ല, അത് ഷാർജത്തെ ഹാഫിദ് എന്ന് പറയും. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ്. ഖുർആൻ ക്ലാസ്സിന് മൈക്ക നേരാക്കാൻ വേണ്ടി പഠിച്ചാൽ ദീനിയായ വിവരമാണ്. കാരണം ഖുർആൻ ക്ലാസ്സിക്ക് മൈക്ക നേരാക്കാനാണ് പഠിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ അത് ദീനിയായ വിജ്ഞാനമാവും. ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ ദുന്യവിയായ വിജ്ഞാനമാവും. എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് പഠിക്കുന്നു എന്നത്. സിഹിർ പണി ഏറ്റവും നന്നായി പഠിച്ച ഒരാൾ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യിദുന അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. സിഹിർ പണി എന്ന് പറഞ്ഞാൽ സബുൽ മുബിഖാത്തിൽപ്പെട്ടതാണ്. അത് നന്നായി പഠിച്ചു ഗസാലി ഇമാമ്. ദീനിയായ വിവരമാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട്? പഠിച്ചത് ഗസാലി ആയതുകൊണ്ട്. വേറൊരാളത് പഠിച്ചിക്കുകയാണെങ്കിൽ ദീനിയായ വിജ്ഞാനാവില്ല. ഗസാലി ഇമാം അത് പഠിച്ചതുകൊണ്ടാണ് ഏതൊക്കെയാണ് സിഹിർ, ഏതൊക്കെയാണ് തൽസമാത്ത്, ഏതൊക്കെയാണ് അസ്മാവ്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചു എന്നതുകൊണ്ട് അത് ദീനി വിജ്ഞാനമായി. ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചാൽ ദുന്യവിയായ വിജ്ഞാനമാണ്. അപ്പോൾ ദീനിൽ വിവരമുള്ളവനാക്കുക എന്ന് പറഞ്ഞാൽ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ആളാക്കി മാറ്റും എന്നർത്ഥം. പഠനത്തിന് അവസാനമില്ല എന്നാണ്. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇവിടെ എന്നോട് കുടുംബത്തിൽ എങ്ങനെ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് പറയണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഞാൻ പറയണോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും മൂപ്പരെ വിഷയം മാറി പറയുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, ഞാൻ പറയണത് അത് തന്നെയാണ്. പഠനത്തിൽ വെച്ച് ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പഠനമാണ്. അതാണെങ്കിൽ എത്ര പഠിച്ചാലും ഇത് അവസാനിക്കില്ല. പഠിക്കും തോറും കൂടുന്ന വിഷയമാണ് നബിതങ്ങളെക്കുറിച്ചുള്ള പഠനം. അപ്പം അടുത്തൊരു ദിവസം എന്നോട് ഒരു ഡോക്ടർ ഒരു സംശയം ചോദിച്ചു. ഒരു ആയുർവേദ ഡോക്ടർ, ഈ കരിഞ്ജീരകം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണല്ലോ, പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. സംഭവം ശരിയാണ്. ഇപ്പോൾ കൊറോണ ആയതിൻ്റെ ശേഷം എല്ലാവരും പ്രധാനപ്പെട്ട പരിപാടി കരിഞ്ജീരകം തീറ്റയാണ്. കുറേ ആൾക്കാരിങ്ങനെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഉസ്താദേ എങ്ങനെയാണ് കരിഞ്ജീരകം തിന്നേണ്ടത്? ഭക്ഷണമായിട്ട് തിന്നുകയാണെങ്കിൽ 3 നേരം തിന്നാണ് വേണ്ടത്. മരുന്നായിട്ട് തിന്നുകയാണെങ്കിൽ ആദ്യം ദണ്ണ എന്താണെന്ന് പറയണം, എന്നിട്ടല്ലോ പാരസിറ്റമോൾ എങ്ങനെ കുടിക്കുക എന്നുള്ളത് ആദ്യം പനി ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയട്ടെ, എന്നിട്ടല്ലേ ഇപ്പോൾ പാരസിറ്റമോൾ എങ്ങനെ കുടിക്കല്ല എന്ന് പറയാം. അപ്പോൾ കരിഞ്ജീരകം എന്ന് പറഞ്ഞത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്നാണെങ്കിൽ ആദ്യം ദണ്ണ എന്താന്ന് പറയണമല്ലോ. എന്ത് ദണ്ണത്തിന് എന്നുള്ളത് പറയണം. കാൽമുട്ട് വേദനയാണോ, കൈമുട്ട് വേദനയാണോ, മൂക്കൊലിപ്പാണോ, മണ്ണൊലിപ്പാണോ, എന്താ പരിപാടി എന്നുള്ളത്, എന്താണ് അസുഖം എന്ന് പറഞ്ഞാലേ തീരുമാനമാവുള്ളൂ. അപ്പം എന്താ വിഷയം വെച്ചാൽ നമ്മൾ എവിടെയാണോ പഠിച്ചെത്തിയത് അതിൻ്റെ മേലെ ആയിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കുക എന്ന് പറയാനാണ്. ദീനിയായ അന്തരീക്ഷം വീട്ടിലുണ്ടായിത്തീരണമെങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. അള്ളാഹിനെ പറ്റി പഠിച്ചാൽ പിന്നെ പഠിക്കാനുള്ളത് മുഹമ്മദ് നബിനെ കുറിച്ചാണ്. അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുല്ലാഹി അലൽ ബയാനി. ആദ്യം നിർബന്ധമാകുന്നത് വ്യക്തമായും അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. നബിൻ്റെ വാപ്പാൻ്റെ പേര് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വാഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ്. നബിൻ്റെ 20 വാപ്പാരുടെ പേര് പ്രസിദ്ധമാണ്. ഉസൈക്കിലാബുൻ മുർറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഹുസൈമത്തുൻ വമുദ്രികാ ഇല്യാസു സുമ്മ മുദറുക്കും മുദ്രികാ നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർത്തീബുഹും മാതാബിഹി തിബിയാനു. ഞാനിപ്പോൾ ചൊല്ലിയത് 14 വക ഏടിലുള്ളൊരു സാധനമാണ്. കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും.
14 വക ഏട് എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കൊടുന്ന് കാണിച്ചു തരാമെന്നുമ്പോൾ തൽക്കാലം നിർവാഹമില്ല. ബുക്ക് സ്റ്റാളിൽ പോയാൽ കാണാം 14 വക ഏട്. ബദരിയത്തുൽ മങ്കൂസിയ എന്ന മജ്ലിസിനൂറൊക്കെ അതിലുള്ളതാണ്. അതിലുണ്ട് കിഫായത്തുൽ അവാം എന്നുള്ളൊരു കിതാബ്. കുട്ടികളെ ദർസക്ക് ഓതാൻ പോയാൽ തുടങ്ങിയാൽ ആദ്യം ഓതുന്ന കിതാബുകളുണ്ട് 10 കിതാബ്. 10 കിതാബ് എന്ന് പറഞ്ഞാൽ നൂറുൽ അബ്സാർ എന്നൊക്കെ തുടങ്ങി മുത്തഫരീദ് അങ്ങനെ പറഞ്ഞിട്ടുള്ള 10 കിതാബുകളുള്ള ഒരു കിതാബാണ്, ചെറിയ കിതാബ്. അതേമാതിരി ഒരു ബൈത്ത് കിതാബ് ഓതും സബഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ടതാണ് ഇത് കിഫായത്തുൽ അവാം. അതിലിങ്ങനെ പഠിക്കൽ നിർബന്ധമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. കിഫായത്തുൽ അവാം ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തൽസമാത്തിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. 14 വക ഏടിലുണ്ട്. അപ്പോൾ ഈ പേരുകൾ ഇങ്ങനെ പഠിപ്പിക്കണം, കുറേ ആൾക്കാരുടെ പേര്. എന്താ അതുകൊണ്ട് മെട്ടം? അതുകൊണ്ട് ഭയങ്കര മെച്ചമുണ്ട് എന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ ദിക്റുസ് സ്വാലിഹീന ഇബാദ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ ഇബാദത്താണെന്നുള്ളിടത്ത് കാണാം. ഐ ദിക്റു അസ്മാഇഹിം, നല്ല മനുഷ്യന്മാരെ പേരിങ്ങനെ പറയലൊരു ഇബാദത്താണ്. ആദം നബി, നൂഹ് നബി, അങ്ങനെ വെറുതെ പേര് പറയാം. ഉമ്മാദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും ഗദ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹ്തദ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാൻ ഉത്തബ. വെറുതെ ഇങ്ങനെ അലൈഹിസ്സലാം അവരുടെ പേരിങ്ങനെ പറയാം. അവർ ഇബാദത്താണ്. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ, കുറേ കേൾക്കുമ്പോൾ അവരുടെ സീറകൾ താരീഖുകൾ ഇങ്ങനെ കൽവക്ക് വരും. അപ്പോൾ മനുഷ്യങ്ങനെ നേരാവും. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയ്യത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വ സൈനബും ഗദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ അൻദിസ്ഇ നിസ്വത്തിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറിന നബിയൽ മുഖ്തഫ. മുസ്തഫ നബി വഫാത്താവുമ്പോൾ ജീവിച്ചിരുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ 9 പേരുടെ പേര്, 9 ആൾക്കാരുടെ പേര്. ഇതൊക്കെ ഞാൻ ഈ പാടിയതൊക്കെ കിഫായത്തുൽ അവാമിലുള്ളതാണ്. മലയാളം പോലത്തെ അറബി, ഉംറക്ക് പോയവർക്കും തിരിയണ അറബി. വിസ ഉണ്ടാവും, അവിടെ നിൽക്കൊന്നും വേണ്ട, അല്ലാത്തവർക്കും തിരിയും. അങ്ങനത്തെ അറബിയാണ് കിഫായത്തുൽ അവാമിൽ അറബി. അപ്പോൾ എന്ത് വേണമെച്ചാൽ ഒരു വീട്ടിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. കുട്ടികൾക്ക് നബി തങ്ങളെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനെ പരിചയപ്പെടുത്താതെ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ ഒരു മലമ്പ്രദേശത്ത് താമസിക്കുന്ന കർഷകരായ കുറേ ആളുകൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നു. അവരിങ്ങനെ കുറേ സമയം നബി തങ്ങളുടെ സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകുമ്പോൾ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു, സംഘത്തലവൻ ഒരു ചോദ്യം ചോദിച്ചു, പൊന്നാര നബിയെ, സ്വർഗത്തേക്ക് എളുപ്പം പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു. ഞങ്ങൾക്ക് തോന നിസ്കരിക്കാനും തോന നോലമ്പ് വിൽക്കാനും ഒന്നും കഴിയൂല, കർഷകരാണ്. അതുകൊണ്ട് എപ്പോഴും പാടത്ത് പണിയിക്കാരം കന്നുകളേറ്റ് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് വേഗം സ്വർഗത്ത് പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വഹ്ദ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതിയാറും. ഒരു സന്തോഷമായി, ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, അതാണ് വിശ്വസിച്ചാൽ മതിയല്ലോ. അൽഹംദുലില്ലാ റാഹത്തായി. ഓല് പോകാൻ വേണ്ടി ഇറങ്ങി, റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ബിലാലെ ഇവരൊന്ന് വേഗം വാ, ഇപ്പം ആ പോയ ആൾക്കാരില്ലേ ഓലൊന്നും ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പം നമ്മോട് വർത്താനം പറഞ്ഞ് പോയ ആൾക്കാർ ഓലൊന്നും ഇങ്ങോട്ട് വിളിക്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് നിങ്ങളെ പൊന്നാര നബിതങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ മടങ്ങി വന്നു, സദസ്സിലിരുന്ന് ചോദിച്ചു, കൈഫ തുഅ്മിനു ബില്ലാഹി വഹദ, അള്ളാഹു ഏകനാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ അള്ളാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാവില്ല. അല്ലെങ്കിൽ അബൂജാഹിലിന് പറ്റിയ കുഴപ്പം എന്താ? അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നതല്ലോ, പൊന്നാര നബിയിൽ വിശ്വാസമില്ലാതിരുന്നതാണ് അബൂജാഹിലിൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഖുറൈശികളെ കുറേ ആൾക്കാരെടുത്ത് നോക്കിയാൽ ഓൽക്കൊക്കെയുള്ള പ്രശ്നം അള്ളാഹ് ഒന്നാണ് എന്നുള്ളതിലുള്ള പ്രതിഷേധമല്ല. മുഹമ്മദ് നമ്മളെ ഇടയിൽ വാപ്പിയില്ല ഉമ്മയില്ലാത്തൊരു കുട്ടിയാണ്, ഓൻ നബി ആയത് ശരിയായില്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ് ഓലെ പ്രശ്നം. ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ ഖുറൈശികൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ മുഹമ്മദ് വാപ്പി ഉമ്മയില്ലാത്തൊരു കുട്ടി നബി ആയത് ശരിയായില്ല എന്നായിരുന്നു പ്രശ്നം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം. ഒരാൾക്ക് അറിയാത്തത് വേറൊരാൾക്ക് പഠിപ്പിക്കാൻ കഴിയൂല എന്നാണ്. ഗുരുനാഥന് തെറ്റിയാൽ, പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റിയാൽ ശിഷ്യന്മാർക്ക് തെറ്റും. ഒരു മാഷ് കുട്ടിനെ പഠിപ്പിച്ചു തരാം, ബോർഡും എങ്ങനെ
മാൻ എന്നെഴുതി. അങ്ങനെ മാഷിങ്ങനെ വായിച്ചു കൊടുത്തു. കുട്ടികളെ വായിക്കി, ഇത് മാ. കുട്ടികളെല്ലാവരും മാ എന്ന് വായിച്ചു. പിന്നെ അപ്പുറത്ത് തൊട്ട് കാണിച്ചത് പറഞ്ഞു എൻ. അപ്പോൾ ഒരു കുട്ടികളൊക്കെ എൻ എന്ന് വായിച്ചു. ഇനി കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു മായൻ എന്ന് വായിച്ചു. അങ്ങനല്ലടാ, ഇത് വായിക്ക് മാ, ഇത് വായിക്ക് എൻ, ഇനി കൂട്ടി വായിക്കുക എന്ന് പറഞ്ഞു ഒരു മായന്നേ വായിക്കുള്ളൂ. പഠിപ്പിക്കണ ആൾക്ക് തെറ്റിയാൽ പഠിക്കണ ആൾക്ക് തെറ്റും. പഠിപ്പിക്കണ ആൾക്ക് ആദ്യം അറിയണം, എന്നാലേ ഉള്ളൂ പഠിക്കണ ആൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് എന്ത് വേണം? കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വീട്ടിലുണ്ടായി വന്നാൽ അതാകുന്നു നല്ല വീട് എന്ന് പറഞ്ഞ വീട്. എല്ലാ കാര്യവും നബിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നാണ്. ഒരു നല്ല വീടിൻ്റെ, നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം അതാകുന്നു. പേരിടുമ്പോൾ നബിതങ്ങളുമായി ബന്ധമുള്ള പേരിടുക. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഗൗസുൽ ആദമിൻ്റെ ആണ്ടുമാസം കൂടിയാണിത്. എനിക്കാകെ പ്രതീക്ഷയുള്ളത് എൻ്റെ പേര് അഹ്മദ് എന്നാണ്, മുഹമ്മദ് എന്നാണ്. മുത്തുനബിയുടെ പേരാണ്. വ ഇസ്മി ഇസ്മു ഖൈറുൽ അംബിയായി. ഗൗസുൽ ആദം പറഞ്ഞതാണ്, ലികുല്ലി വലില്ലഹു ഖൽബുൻ വ ഇന്നി അലാ ഖൽബിൻ നബി ബദറുൽ കമാലി. ദേശമംഗലം ബഷീർ ഫൈദിയുടെ വരവുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടാവുമെന്ന് നോട്ടീസ് കണ്ടു. മാത്രമല്ല ഈ സംവിധാനത്തിൻ്റെ വലിയൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം എന്നറിയാൻ കഴിയും. സന്തോഷം. മുഅ്മിനീങ്ങളെ, അപ്പോൾ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവലാണ് വീട്ടിൽ ഇസ്ലാം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതായത് ഇസ്ലാമിനെ രണ്ട് നിലക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ആയത്തുകൾ, ഹദീസുകൾ, ഇജ്മാ, ഖിയാസ്, താരീഖ്, അഖീദ, അതൊക്കെ കൂടി പഠിച്ചാൽ ഇസ്ലാം മനസ്സിലാവും. വേറൊരു പഠനമുണ്ട്, നബിതങ്ങളെങ്ങനെ മൊത്തം പഠിച്ചാൽ ഇസ്ലാം മൊത്തം അതിലുണ്ടാവും. എളുപ്പമുള്ള പഠനം നബിതങ്ങളെ പഠിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി മുസ്തഫായ നബിതങ്ങളെ പഠിപ്പിക്കലാകുന്നു. അപ്പം ഇങ്ങനെ പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് തേപ്പും പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ്. സിമൻറ്റ് തേക്കാണ്, പെയിൻറ്റ് ചെയ്യാണ്. അപ്പം അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യണതെന്ന് മനസ്സിൽ കരുതാൻ കഴിഞ്ഞാൽ ഇത്തിബായിൻ്റെ കൂലിട്ടും. മീൻ തിന്ന് കഴിഞ്ഞിട്ട് മുള്ള് ബാക്കിയായി, മുള്ളാരും തിന്നലില്ലല്ലോ. മുള്ള് ബാക്കിയായപ്പോൾ മുള്ള കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കൊടുക്കുമ്പോൾ മനസ്സോടിന് കരുതി, പടച്ചോനെ ഇത് ഞാൻ പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്താൽ ഒഴിവാക്കണ മീൻ മുള്ളുകൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലിട്ടും. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിഇയാലിഹി ഷഫീഉൽ വറാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുന്നാസി ഇലല്ലാഹി, ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അൻഫഉഹും ലിഇയാലിഹി, അള്ളാഹുവിൻ്റെ ആശ്രിതർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാകുന്നു. അതന്നെയാണ് പൂച്ചക്ക് മീൻ മുള്ളു കൊടുക്കൽ. അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വീട്ടിലൊരിങ്ങനെ ഹൈദ്രസ് ഉസ്താദിൻ്റെ മക്കൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എത്രേ കോണി കയറുമ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉയരം കയറുമ്പോൾ തക്ബീർ ചൊല്ലണം, ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലണം. തന്നെ എല്ലാ നബിതങ്ങളുമായി ബന്ധപ്പെടുത്തുക. കുട്ടിയൊക്കെ മുല കൊടുക്കുമ്പോൾ ആദ്യം വലത്തെ മുല കൊടുക്കുക. കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. കുട്ടിയുടെ മുല കുടിക്കൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ഉറക്കെ പറയാം. ആദ്യത്തേത് ചിലപ്പോൾ എല്ലാവരും ചെയ്യും, അൽഹംദുലില്ലാ പലപ്പോഴും ഉണ്ടാവാറില്ല. ഇല്ല, ജിമാഅ് തുടങ്ങുമ്പോൾ ബിസ്മി അല്ലണം, ജിമാഅ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലണം. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യം അവസാനിക്കുമ്പോഴും എന്ത് വേണം? അൽഹംദുലില്ലാ ഇല്ലിട്ട് അവസാനിക്കണം. ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. മലമൂത്ര വിസർജനം കഴിഞ്ഞാലും എന്തുണ്ട്? ഹംദുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് കാര്യം അവസാനിക്കുമ്പോഴും ഹംദുണ്ട്. അപ്പോൾ ജിമാഅ് തുടങ്ങുമ്പോൾ ബിസ്മി അല്ലണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ജിമാഅ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തന്നെ. അപ്പം ഇങ്ങനെ എല്ലാ കാര്യവും നബിതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വീടുണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം 150 റുപ്യൻ്റെ റോസാപ്പൂവിൻ്റെ 2 തൈ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിടുമ്പോൾ മനസ്സിലിങ്ങനെ കരുതുക, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന്
റോസാപ്പൂവിൻ്റെ ഗന്ധമാണെന്ന് ഹദീസിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഈ പറഞ്ഞ തന്നെ കാര്യം. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആരോ വർത്താനം പറയുന്നതായി ചെവിയിലൂടെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അസ്വസ്ഥത ഉണ്ടോ, ആർക്കെങ്കിലും തല കറങ്ങിയിട്ടുണ്ടോ, മൂത്രമൊഴിക്കാൻ പോകേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ വേഗം പരിഹരിച്ചിട്ട് എല്ലാവരും ഉണ്ടാതിരിക്കുക. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. നാലാൾ കൈ കെട്ടിക്കണോ? കഴിച്ചാന് കൈയ്യട്ടൊന്നും വേണ്ട. കയ്യട്ട് നമ്മൾ നിക്കരിച്ചാനൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അശ്രക്കെ എല്ലാനൊക്കെ നിൽക്കുമ്പോൾ ഒക്കെ കെട്ടിയാൽ മതി. ഇവിടെ കൈയൊക്കെ താത്തിയിട്ടിട്ട് മസിലൊക്കെ അയച്ചിട്ടിരുന്നാൽ മതി. ഇതിനുമ്പോൾ മസിൽ പിടിക്കേണ്ട ആവശ്യം ഞങ്ങൾ തല്ലാൻ വരുന്നൊന്നുമില്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയേണ്ട, അത് ജീവിതത്തിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ്. എനിക്കും വേണം നിങ്ങൾക്കും വേണം. പറയുമ്പോൾ എനിക്കും ഉണ്ടാവും, കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും. അതിനാണ് ശരിക്കും ഈ വർത്താനം. നമ്മളെല്ലാ കാര്യങ്ങളും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുക. അതിനാണ് ഇത്തിബാഗ് എന്ന് പറയാം. ഒരിക്കൽ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. ഒരു ഉച്ച സമയം, വെയിലുള്ള സമയമായിരുന്നു. അപ്പോൾ വാതിലടച്ചിരുന്നു. വാതിൽ തുറക്കുന്നത് വരെ നബി തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു. വാതിൽ തുറന്നപ്പോൾ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം മഹാനവർഗോട് ചോദിച്ചു, വേറെയും കുറേ മരങ്ങളില്ല ഇവിടെ, എന്താ ഇതിൻ്റെ താഴെ തന്നെ ഞങ്ങൾ വെള്ളം പാരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഈ മരത്തിൻ്റെ ചോട്ടിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതകാലത്ത് ഞാൻ മരം ഉണങ്ങുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്നും വെള്ളം പാരും. അതിനാണ് ഇത്തിബാഗ് എന്ന് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ ആൾക്കാർ പോകും മക്കത്തേക്ക്. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിലൊരു കറങ്ങാൻ പോകലുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ജബലുൻ നൂറിൻ്റെ താഴെ ചെന്നിട്ട് അല്ലെങ്കിൽ ഗാറ് സൗറിൻ്റെ താഴെ ചെന്നിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ടിങ്ങനെ ഉംറക്ക് കൊണ്ടുപോയ അമീർ പറയും, ആ മലൻ്റെ മേലേക്ക് നോക്കിയാൽ വെളുത്തിട്ടൊരു അടയാളം ഇങ്ങനെ കാണാല്ലേ, അത് ആൾക്കാർ നടന്നു പോവുകയാണ്. അങ്ങോട്ട് കയറണേന് വലിയ പോരിശൊന്നുമില്ല, ഞമ്മക്ക് ഇവിടെ നിന്നിട്ടുണ്ട് ദ്വാരക്കാൽ ഫാത്തിഹ എന്ന് പറയും. ഊരെ സമ്മതിക്കണില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അള്ളാൻ്റെ റസൂല് കയറിയോടത്തേക്ക് കയറണേന് പോരിശക്കുണ്ട്. പോരിശല്ലാന്ന് എന്തിനാ പറയണേ? ഊരക്ക് ബെൽറ്റ് ഇട്ടതാണെന്നെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഊരക്ക് ബെൽറ്റാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ദ്വാരക്കാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പോരിശല്ല എന്ന് പറയണ്ട, പോരിശുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പോരിശുണ്ട്. അതുകൊണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യവും നബിനായിട്ട് ബന്ധപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യം രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകുമ്പോൾ ഇത് ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ കഴുകുന്നത്, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിച്ചു കോരുമ്പോൾ അന്നദാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വരുന്നത്. പെണ്ണുങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു നമുക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന്. വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല, വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായാൽ മതി. വാഷിംഗ് മെഷീൻ വാങ്ങണതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വീട് ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടായി വരും. അത് ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവർ നബി തങ്ങളെ പിന്തുടർന്നത് കൊണ്ടല്ലാതെ വിജയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിബാഅ് റഹ്മത്തിനെ ഇത്തിബാഅ് ചെയ്യലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ നബിയെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. ഇന്ന അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ ഞാൻ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നതും നിങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെ റഹ്മത്തായിട്ടാണ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ കുറേ പരിപാടിയുണ്ട്, ആ കൂട്ടത്തിൽ റഹ്മത്തുണ്ട് എന്നാണ് വരിക. റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത വേറെ ഒരു പരിപാടി ഇല്ല എന്നാണ് വരിക. മുസ്തഫായ നബി തങ്ങൾക്ക് റഹ്മത്തല്ലാത്ത വേറൊരു പരിപാടിയില്ല. അതുകൊണ്ട് നബി തങ്ങളെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇത്തിബാഅ് റഹ്മത്തിലാണ്. മക്കളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? ഒരു സാധു മനുഷ്യൻ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഫക്കീർ.
വാതിലടച്ച് കുറ്റിട്ട് പൂട്ടുകൊണ്ട് പൂട്ടിയിട്ട് പിന്നെ ഒരു ഇരുമ്പിൻ്റെ വലക വെച്ചിട്ട് അതിനും കുറ്റിട്ടു. കുട്ടികളിപ്പോൾ ഇതാ കാണുന്നത്. പരമാവധി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല എന്ന് ജനൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ അതിൻ്റെയും പുറമെ എന്ത് ചെയ്തു വെച്ചാൽ കവലയിൽ തിരിനോട് തന്നെ ഒരു ബോർഡും വെച്ചു. എന്ത്? യാചന നിരോധിത മേഖല, അതായത് സ്വതക്ക ചോദിക്കാൻ പാടില്ലാത്ത സ്ഥലം. ഇതൊക്കെയാണ് സംഗതി. ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം. ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക, അവർ പഠിക്കട്ടെ. ഈ കൊടുക്കാനുള്ള മനസ്സൊരാൾക്ക് ഉണ്ടായാൽ അത് വലിയൊരു സംഭവമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞത് വലിയ സംഗതിയാണ്. അതുകൊണ്ട് റഹ്മത്തിനെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ഇത്തിബാഹ്. നമ്മൾ കൊടുക്കണ്ടെന്നാണ് പഠിപ്പിച്ചത്. അതിനൊരുപാട് ന്യായം പറയും. അതുകൊണ്ട് കള്ളുടിച്ചാൽ എന്താ കാട്ടുക, കുടിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക? അല്ല, അതും പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയിങ്ങാണ്ട് ചീട്ട് കളിച്ചാൽ എന്താ നമ്മൾ കാട്ടുക, കളിച്ചില്ലെങ്കിൽ എന്താ കാട്ടുക? അതും പ്രശ്നം തന്നെയല്ലേ? ഇതന്നെ വിഷയം. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അമ്മസ്സായില ഫലാ തൻഹർ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വന്ന് നേർക്ക് നേരെ എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് നേരെ തെറ്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കണമെന്നാണ്. അപ്പോൾ കുറച്ച് 10 തൊട്ട് പേരെ കൊണ്ടേക്കുക, അല്ലെങ്കിൽ കുറച്ച് 5-ൻ്റെ കൊട്ടൻ കൊണ്ടേക്കുക, പറ്റൂലെങ്കിൽ 1 റുപ്യൻ്റെ കൊട്ടൻ കൊണ്ടേക്കുക. കുട്ടികളോട് പറയാ, പെരയിൽ ആര് വന്നാലും എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കൊണ്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചാൽ ഓല് ജീവിതകാലം മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കും. ഓൽക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. കൊടുക്കുന്നവർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. പലിശക്ക് കൊടുത്താൽ പരമാവധി 17% കിട്ടുക. ഇനി 20 കിട്ടുമെന്ന് കൂട്ടിക്കോളി. 100% കിട്ടുമെന്ന് വെച്ചാൽ 1 ലക്ഷത്തിന് 2 ലക്ഷം കിട്ടുള്ളൂ. സ്വതക്ക 1 ലക്ഷത്തിന് 10 ലക്ഷമാണ്. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പനി ബാധിച്ചു. പനി ഉണ്ടായി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നാൻ പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ ഭയങ്കര പൂതി ഉണ്ട് പറഞ്ഞു. അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പൈസ വളരെ കുറവായിരുന്നു. മൂപ്പര് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഉറുമാമ്പഴം വാങ്ങി, അതിനുള്ള പൈസ ഉള്ളൂ. അത് വാങ്ങിയിട്ട് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ജയിൽ മോചിതനായ ഒരാൾ വരുന്നത് കണ്ടു. ഒരാൾ ജയിലിൽ നിന്ന് വരികയാണ്. അലിയാരെ, വിശന്നിട്ട് വയ്യ, തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴം ഉണ്ട്. മൂപ്പരിങ്ങനെ ആലോചിച്ച്, പടച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം എന്ത് ചെയ്യണം? ഫാത്തിമാക്ക് വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാൾക്ക് വിശന്നിട്ടാണ്, പൂതിയായിട്ടല്ല. ഏതിനാ 1-ാം സ്ഥാനം കൊടുക്കണം? വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾക്ക് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ പൈസ ഇല്ല. മുഖത്തിങ്ങനെ എന്തോ ഒരു വിഷമം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ കുടിക്കാരത്തി ചോദിച്ചു, അലിയാരെ, എന്താ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു? ചോറയിക്കണതിൻ്റെ ഇടയിൽ പോയതാണ് മൂപ്പര്. ചോറയിക്കുമ്പോഴാണ് ഫാത്തിമ ബി പറഞ്ഞത്, ഒരു ഉറുമാമ്പഴത്തിന് പൂതിയാകുന്നുണ്ട്. പെണ്ണുങ്ങൾ അങ്ങനെ ഇക്കാരം, എന്തുണ്ടെങ്കിലും ചോറയിക്കുമ്പോൾ പറയും. കുട്ടികളെ കെട്ടിക്കാണ്ടാവും. നമുക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, നമ്മളത് ആലോചിച്ച് നടക്കുന്നതാണ്. എന്നാലും ആ ചോറ്റയ്ക്ക് ഇങ്ങനെ കയ്യെത്തുമ്പോൾ പറയും, എന്ത്, നമ്മൾ ആയിഷാനെ നമുക്കൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് പറയും. അത് തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എന്തായാലും ഫാത്തിമ ബി അങ്ങനെ തന്നെ പറഞ്ഞത്. ചോറ് കഴിച്ചുമ്പോഴാണ്, ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്ട് പോയതായിരുന്നു. അങ്ങനെ വരികയാണ് ഒന്നുമില്ലാതെ. അപ്പം എന്താ മുഖത്തൊരു വിഷമുണ്ടല്ലോ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ മുന്നിക്ക് പോയി, ഇവിടെ 2-3 സീറ്റുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നിനക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ഒരു ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരികയായിരുന്നു. വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് നൽകി. മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കൈവശത്തിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതുമണവാളരെ, എനിക്ക് റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ. കൊടുത്തതുകൊണ്ട് എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലൊരു കീസുണ്ട്. ആ കീസ് അലിയാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരെ, ഇതൊരാൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, ഉറുമാമ്പഴാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു കവർ തുറന്ന് നോക്കുമ്പോൾ 9 ഉറുമാമ്പഴം ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ടേക്കിന് പറഞ്ഞു, അമ്രേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ളതാണ്, ഇതൊരിക്കലും എനിക്കുള്ളതാവില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാനെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ എന്ന് പുന്നാര നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിന് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ, ഇത് എനിക്കുള്ളതാവാൻ ഒരു സാധ്യതയില്ല പറഞ്ഞപ്പോൾ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം ഇങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളതിനെ എന്നെ 10 എൻ്റെ എടുത്തോളിയായിരുന്നു. നമുക്ക് എന്താ പറ്റിച്ചാൽ വിശ്വാസമായില്ല. 1-ന് 10 കിട്ടുന്നുള്ളത് നമുക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളാരും ആ ബിസിനസ് പഠിപ്പിച്ചില്ല.
ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്കയാണ്. ലോകത്തെ ഏതെങ്കിലും പൈസക്കാരുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ പൈസക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോളി, ഓനോ ഓൻ്റെ വാപ്പാൻ്റെ വാപ്പയെ സ്വതക്ക കൊടുത്തുകൊണ്ടായിരിക്കും മുതലാളിയായിട്ടുണ്ടാകുക. 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ സഹയ്യ് ധർമ്മിഷ്ഠനായിരിക്കും. മുഅ്മിനീങ്ങളിൽ സമ്പത്തുണ്ടോ അവൻ്റെ 3 തലമുറയിൽ ആരെങ്കിലും ഒരാൾ ധർമ്മിഷ്ഠനായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മുഅ്മിനീങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും രോഗം കാരണവുമായുള്ള വിഷമവും ഒരാൾ അനുഭവിക്കുന്നുണ്ടോ? മക്കളിൽ ബുദ്ധിവൈകല്യമുണ്ടോ, ചിന്താവൈകല്യമുണ്ടോ, അംഗവൈകല്യമുണ്ടോ എങ്കിൽ പരിശോധിക്കേണ്ടത് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചിട്ടുണ്ടോ, യത്തീമിൻ്റെ മുതൽ അപഹരിച്ചിട്ടുണ്ടോ, വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാകുന്നു. മുതലുമേണ് എല്ലാ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തുടരണം. അത് കുട്ടികളെ പഠിപ്പിക്കണം. അതന്നെയാണ് കുടുംബത്തിലെ ദീന് പറഞ്ഞാൽ. അതാണ് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞത്. ഒരു കുട്ടി 3 മാസത്തിൽ കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണെന്നും, രണ്ടാമത്തെ 3 മാസം കരയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണെന്നും, മൂന്നാമത്തെ 3 മാസത്തിൽ കരയുന്നത് വാപ്പാനെയും ഉമ്മാനെയും ഓർത്തുകൊണ്ടായിരിക്കുമെന്നും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസാണ്. തഴവ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തഴവൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ആദ്യത്തെ 3 മാസം അള്ളാഹിനെ ആലോചിച്ചാണ് കരയാന്ന്. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം താരാട്ട് പാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. എന്തേലും ഒരു രണ്ടും ഡിഗാ എന്ന് പാടി ഉറക്കാനൊന്നും പറ്റൂല. ആദ്യത്തെ 3 മാസം അള്ളാഹിനെ പറ്റി മാത്രം പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 മാസം അള്ളാഹിനെ പറ്റിയിട്ടാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്തെ 3 മാസം അള്ളാഹിനെ പറ്റിയ പാടുണ്ട്. ഈ ദുനിയാവിൽ വന്നതിന് ശേഷം ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിൻ്റെ പേര് കേൾക്കാനാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഏത് കുട്ടിയും, മുഅ്മിനിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, കാഫിറിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കൊടുത്താൽ കാഫിറിൻ്റെ കുട്ടിയും കരച്ചിൽ നിർത്തും. അടുത്ത വീട്ടിൽ ഒരു കാഫിറിൻ്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക, അമുസ്ലിമായ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ആ കുട്ടിയെ എങ്ങനെ ഇമേജ് ചെയ്യുക, മനസ്സിലിങ്ങനെ കൊണ്ടുവരിക ആ കുട്ടീനെ. എന്നിട്ട് ആ കുട്ടിക്ക് പാടി കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരച്ചു തീർത്തു. നോയിക്കോളി, നിങ്ങൾ നോയിക്കോളി, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളി. നിർത്തി. അതാണ്. അപ്പോൾ കുട്ടി 3 മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തെ 3 മാസം മുസ്തഫ നബി തങ്ങളുടെ ആദ്യത്തെ 3 മാസം ദിക്റിൻ്റെ മക്കാമിലാണ്, രണ്ടാമത്തെ 3 മാസം സ്വലാത്തിൻ്റെ മക്കാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് പിന്നത്തെ 3 മാസം പാടേണ്ടത്. നബി തങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടുന്നെ. അതമ്മ ഖബലൽ വഹി അർബഈന വ ഉംറുഹു ഖദ് ജാവസ സിത്തീന. നബിനെ പരിചയപ്പെടുന്ന പാട്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ ജമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. രണ്ടാമത്തെ 3 മാസം ഏത് ഭാഷയിലും പാടാം. അറബി തന്നെ ഇക്കോളന്നില്ല, മലയാളത്തിൽ പാടിയാൽ മതി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ, അപ്പോൾ 6 മാസം കഴിഞ്ഞു. 9 മാസമാണ് താരാട്ടിൻ്റെ കാലഘട്ടം. 9 മാസമാണ് താരാട്ട് പാടേണ്ടത്. പിന്നത്തെ മൂന്നാമത്തെ 3 മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനും ഉമ്മാനെയും പരിചയപ്പെടുത്താം. ഉമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, വാപ്പാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, മാണിക്ക കല്ലല്ലേ, ചക്കരക്കൂടല്ലേ, തേൻകൊട്ടല്ലേ എന്നൊക്കെ പറയാം. കൊട്ടയിൽ തേനാക്കിയ ചോർന്ന് പോകേണ്ട കാര്യമില്ല, ലോജിക്കിനൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊക്കെ പാടാം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ അന്നതാണ്, മറ്റേതാണ്, മറിച്ചാണ്, അങ്ങനെ. അത് അവസാനത്തെ 3 മാസം. 9 മാസമാണ് താരാട്ട്.